ഹലോ ഗെയ്സ് സ്പോർട്ട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്റ്റർ സ്പോർട്സും റൂട്ടറും കണ്ടക്ട് ചെയ്യുന്ന BGMAയുടെ ചിൽസ് കപ്പ് 5 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്നതിന്റെ ക്വാർട്ടർ ഫൈനൽസ് ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് ഡിയുടെ മത്സരങ്ങളായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അവിടെ ട്രോയ് തമിഴ്നാട്സ് ആ ഒരു പോയിന്റ് ടേബിളിൽ ടോപ്പിലേക്ക് എത്തി 50 പോയിന്റുമായിട്ട്. സെക്കൻഡ് ഫ്ലിന്ന് പറഞ്ഞ ടീം എത്തിയിട്ടുണ്ട് 49 പോയിന്റുമായിട്ട്. തേർഡ് ഗോളിലേക്ക് എത്തിയിട്ടുണ്ട് 48 പോയിന്റുമായിട്ട്. ഇന്ന് ടോപ്പ് 8 ടീമുകളാണ് സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുള്ളത്. ബാക്കിയുള്ള ടീമുകളൊക്കെ പുറത്തായിട്ടുണ്ട്. ഇതിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ നമുക്ക് ഇന്ന് മുതൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മൾ ലിഖിത ഇ സ്പോർട്സ് പുതിയ BGMA ലൈനപ്പിനെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. വസിഷ്ഠയിൽ ഉണ്ടായിരുന്ന പുക്കാർ, ഫിയേഴ്സ്, റേജ് ഗോഡിന്റെ കൂടെ റെക്കനിങ്ങിൽ ഉണ്ടായിരുന്ന ക്യോയും 8 ബിറ്റിൽ ഉണ്ടായിരുന്ന ഒമേഗയും ചേർത്ത് 5 മാൻ റോസ്റ്റേഴ്സിനെയാണ് ലിഖിത ഇ സ്പോർട്സ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ടീം എത്രത്തോളം അടിപൊളിയായി കളിക്കും നമുക്ക് കണ്ടു തന്നെ അറിയാം. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യൻ ടീമുകൾ ഇന്റർനാഷണൽ ലെവലിലുള്ള പെർഫോമൻസ് ആയിരുന്നു. നമ്മളെ SO2 ഇതാ എപ്പെക്സ് ലെജൻഡ് എന്ന് പറഞ്ഞ ഗെയിമിന്റെ എപ്പെക്സ് ലെജൻഡ് ഗ്ലോബൽ ഓപ്പൺ സീരീസിന്റെ ലാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ആയിരുന്നു ആ ഒരു ലാൻഡ് ഫൈനൽസ് ഉണ്ടായിരുന്നു. അവരുടെ ടീം 14ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്ത്. വെറും 23 പോയിന്റ് മാത്രമേ SA2 സ്വന്തമാക്കാനായിട്ട് സാധിച്ചുള്ളൂ. ടീം ഫാൽക്കൺ അതിന്റെ ചാമ്പ്യന്മാരായിട്ടുള്ളതിൽ നിന്നും ടോപ്പ് 4 ടീമുകളാണ് ഇ സ്പോർട്സ് വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ആയിട്ടുള്ളത്. നമ്മൾ SA2 ആ ഒരു ഇ സ്പോർട്സ് വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചില്ല. പക്ഷേ സ്റ്റിൽ ആ ഒരു ഇന്റർനാഷണൽ ലെവലിൽ ആ ഒരു ഫസ്റ്റ് ഇവന്റിൽ തന്നെ ആ ഒരു ലാൻഡ് ഫൈനൽസിലേക്ക് SA2 എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി വരുന്ന ഇവന്റുകൾ ഇതിലും അടിപൊളിയായിട്ട് ടീമുകൾ പെർഫോം ചെയ്യുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് ഇതിനോടൊപ്പം തന്നെ നമ്മളെ ഗോളിലേക്ക് CODM ചൈന മാസ്റ്റേഴ്സ് സീസൺ 9 ലോവർ ബ്രാക്കറ്റ് മത്സരവും ഇന്നലെ കളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ Q9 4-1 ഗോളിലേക്ക് ആ ഒരു ലോവർ ബ്രാക്കറ്റ് മത്സരം തോറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ഇവന്റിൽ നിന്നും ടീമും പുറത്തായിട്ടുണ്ട്. പക്ഷേ തേർഡ് പൊസിഷനിലാണ് ടീം ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല എടുത്തു പറയേണ്ടവരുടെ IGL ആ ഒരു വിസ ഇഷ്യൂ കാരണം ലാനുവലിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ല. IGL ഇല്ലാതെയാണ് ഗോളിലേക്ക് കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പോലും ആ ഒരു തേർഡ് പൊസിഷനിൽ ടീമിന് എത്താനായിട്ട് സാധിച്ചു. ഏകദേശം 26 ലക്ഷം രൂപയാണ് ഗോളിലേക്ക് ഈ ഒരു ഇവന്റിൽ നിന്നും സ്വന്തമാക്കിയിട്ടുള്ളത്. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് കുറച്ച് പോച്ചിങ് ഇഷ്യൂ അല്ലെങ്കിൽ സ്കൗട്ട് വേഴ്സസ് ഹെക്ടറിൻ്റെ. നിങ്ങൾക്കറിയാം ഹെക്ടർ ഇപ്പോൾ റീസെൻ്റ്ലി ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ടും ബ്രോഡ്കാസ്റ്റ് ആയിട്ടും കുറേ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓരോ പ്ലേയേഴ്സിനെയും കൊണ്ടുവരും, അത് വലിയ ഓഫേഴ്സും വലിയതൊക്കെ കാണിച്ച് ആ ഒരു പ്ലേയേഴ്സിനെയൊക്കെ കൊണ്ടുപോകുന്നു, ബാക്കിയുള്ള ഓർഗുകളും ബാക്കിയുള്ള പ്ലേയേഴ്സൊക്കെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ട് ഹെക്ടർ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ RNTX അല്ലെങ്കിൽ വലിയ പൈസ കൊടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ RNTX കൊണ്ടുപോകുന്നു ആ ഒരു രീതിയിലൊക്കെ സംസാരം ഉണ്ടായി. അപ്പോൾ സ്കൗട്ട് മൊത്തത്തിൽ RNTX ലെയിനപ്പിൻ്റെ ഡീറ്റെയിൽസ് മൊത്തത്തിൽ ആരൊക്കെയാണ് വന്നത്, ആരൊക്കെയാണ് ആ ട്രൈഔട്ട്സ് നടത്തിയെന്നുള്ള ഫുള്ള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യം തന്നെ പറഞ്ഞത് ഫ്യൂരിയുടെ കാര്യമായിരുന്നു. ഫ്യൂരി നിങ്ങൾക്കറിയാം ആൾറെഡി ഹെക്ടർ ട്രൈഔട്ട്സ് നൽകിയ, ഹെക്ടർ ആൾമോസ്റ്റ് കൺഫേം എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ RNTX ഫ്യൂരി അപ്രോച്ച് ചെയ്തപ്പോൾ ഫ്യൂരി പറഞ്ഞു ഞാൻ ട്രൈഔട്ട്സ് തരാൻ റെഡിയാണ്, RNTX വേറെ എവിടെയും ജോയിൻ ചെയ്തിട്ടില്ല എന്ന രീതിയിലാണ് ഫ്യൂരി പറഞ്ഞത്. അതുകൊണ്ടാണ് RNTX അവിടെ ട്രൈഔട്ട്സ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് സ്കൗട്ട് ഹെക്ടറുമായിട്ട് കോൺടാക്ട് ചെയ്യും. ഹെക്ടർ പറയുന്നത് എൻ്റെ ടീമിൽ ഞാൻ ആൾറെഡി ഫിക്സ് ആക്കി അല്ലെങ്കിൽ ട്രൈഔട്ട്സ് നടത്തി സെറ്റ് ആക്കിയാണ്, നിങ്ങൾ എന്നോട് ചോദിക്കാതെ ഈ ഒരു പ്ലെയറിനെ എടുത്തത് മോശം എന്നുള്ള രീതിയാണ്. അപ്പോൾ പ്ലെയർ പറഞ്ഞിട്ടാണ് ആ ഒരു RNTX ആ ഒരു ട്രൈഔട്ട്സിലേക്ക് പോയത്. അല്ലെങ്കിൽ പ്ലെയറിൻ്റെ ഒരു മിസ്റ്റേക്കാണ്. കാരണം പ്ലെയർ ഇപ്പോൾ ആൾറെഡി ഹെക്ടറിൽ ട്രൈഔട്ട്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഹെക്ടറിൽ ഞാൻ ട്രൈഔട്ട്സ് കൊടുക്കുന്നുണ്ട്, പക്ഷേ അത് പറയാതെയാണ് ഫ്യൂരി ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് ഏകദേശം സ്കൗട്ടും ഹെക്ടറും കൂടിയും സോൾവ് ചെയ്തിട്ടുണ്ട്. ആൾമോസ്റ്റ് ഹെക്ടറിൻ്റെ ടീമിൽ തന്നെ ആയിരിക്കും ഫ്യൂരി വരാനിരിക്കുന്നത്. അതിൻ്റെ RNTX ആൾറെഡി നമ്മളുടെ ജോക്കറിനെ ഒരു ഫെയർവെൽ നൽകി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പ്രേഗോഡും ടീമിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ റീസണും സ്കൗട്ട് പറഞ്ഞിട്ടുണ്ട്. പേഴ്സണൽ ഇഷ്യൂ അല്ലെങ്കിൽ നമ്മളെ സ്പ്രേഗോണിന് ഡിസിപ്ലിനറി ഇഷ്യൂ കാരണമാണ് കുറേ കാലമായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഫൈനൽ ഡിസിഷൻ ഇപ്പോഴാണ് എടുത്തത്. ആ ഒരു റീസൺ കൊണ്ടാണ് സ്പ്രേഗോണിനെയും ടീമിൽ നിന്നും റിലീസ് ചെയ്തതെന്നാണ് സ്കൗട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി RNTX ട്രൈഔട്ട്സിന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം BGSന്റെ ലാൻ നടക്കുന്നതിന് മുന്നേ നമ്മൾ നിയോയുടെ ട്രൈഔട്ട്സ്, നമ്മളെ ലിഖിത ഇ സ്പോർട്സിൽ ഉണ്ടായിരുന്ന നിയോയുടെ ട്രൈഔട്ട്സ് നമ്മുടെ RNTX ഉണ്ടായിരുന്നു. RNTX മാംഗോ എന്ന് പറഞ്ഞ OP പെർഫോമൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് BGS ലാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേതെങ്കിലും പെർഫോം ചെയ്യുന്ന പ്ലേയേഴ്സിനെയും കൂടിയും RNTX പരിഗണിക്കുക, അല്ലെങ്കിൽ അവരുടെ ട്രൈഔട്ട്സും കൂടി ഞങ്ങൾ നോക്കുന്നതായിരുന്നു നിയോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിയോക്ക് ഒരു 50-50 ചാൻസ്, ചിലപ്പോൾ പുതിയ പ്ലേയേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇനി RNTX ചാൻസ് കിട്ടില്ല എന്നുള്ള രീതിയിൽ ഉണ്ടായതുകൊണ്ട് തന്നെ വേറെ നല്ലൊരു ഓഫർ നിയോക്ക് കിട്ടിയും അവിടെ നല്ല സാലറിയും കിട്ടിയതുകൊണ്ട് തന്നെ ആ ഒരു ടീമിലേക്ക് നിയോ പോയി. RNTXന്റെ ഭാഗമാവില്ല, നിയോ വേറൊരു ഓർഗിലേക്കാണ് അല്ലെങ്കിൽ ടീമിലേക്കാണ് നിയോ പോയിട്ടുള്ളത്. അതാണ് നിയോയുടെ ആ ഒരു ട്രൈഔട്ട് സ്റ്റോറി എന്ന് പറയുന്നത്. ആൻഡ് ഇപ്പോൾ കറണ്ട്ലി നമ്മുടെ നമ്മളെ സോൾ ഉണ്ടായിരുന്ന സൗമ്യയുടെ ട്രൈഔട്ട്സ് ആണ് നമ്മളെ RNTX എടുക്കുന്നതെന്നാണ് നമ്മളുടെ സ്കൗട്ട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം സൗമ്യ ഇനി RNTX ജോയിൻ ചെയ്യോ ഇല്ല എന്നുള്ളത്. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ സ്കൈ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ ലോവർ ബ്രാക്കറ്റ് മത്സരങ്ങൾ ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. ഓഫ് സ്ട്രീമായിട്ട്, അതായത് ലൈവ് സ്ട്രീം ഒന്നും ഇല്ലായിരുന്നു, ഓഫ് സ്ട്രീമായിട്ടായിരുന്നു മാച്ചുകൾ ഉണ്ടായിരുന്നത്. അതിൻ്റെ Day 1 അവസാനിച്ചപ്പോൾ
4M 3 ചിക്കൻ ഡിന്നറോട് കൂടിയിട്ട് 74 പോയിൻ്റായിട്ട് ഒരു പോയിന്റ് ടേബിൾ ടോപ്പ് തന്നെ നിൽക്കുന്നുണ്ട്. സെക്കൻഡ് RNTX നിൽക്കുന്നുണ്ട് ഒരു ചിക്കൻ ഡിന്നറോട് കൂടി 61 പോയിന്റും. തേർഡ് 8-bit നിൽക്കുന്നുണ്ട് 45 പോയിന്റുമായിട്ട്. 7ാം സ്ഥാനത്ത് നമ്മളെ മല്ലൂർഗായുള്ള മിത്ത് ഒഫീഷ്യൽസ് നിൽക്കുന്നുണ്ട് 37 പോയിന്റുകൾ. 10ാം സ്ഥാനത്താണ് നമ്മളെ ബ്ലൈൻഡ് LHS നിൽക്കുന്നത് 32 പോയിന്റായിട്ട്. ഇനിയും ഏകദേശം 2 ദിവസം കൂടിയും ഈ ഒരു ലോവർ ബ്രാക്കറ്റ് മത്സരങ്ങളുണ്ട്. അതിൽ നിന്ന് ടോപ്പ് 8 എത്തുന്ന ടീമുകൾക്കാണ് ലാസ്റ്റ് ചാൻസ് ക്വാളിഫയേഴ്സ് കളിക്കാനുള്ള അവസരം കിട്ടുക. അതിന് താഴെയാണ് ടോപ്പ് 8-ന് താഴെയാണെങ്കിൽ ടീം പുറത്താവുന്നതായിരിക്കും. ലൈനമെൻറ്റ് കളിക്കാനുള്ള അവസരം പോലും ടീമിന് കിട്ടുന്നതല്ല. അപ്പോൾ ബ്ലൈൻഡ് LHS നല്ലൊരു കംബാക്ക് കാഴ്ചവെക്കും നമുക്ക് പ്രതീക്ഷിക്കാം. 2 ദിവസം അവരുടെ മുന്നിലുണ്ട്. ഇപ്പോൾ 10ാം സ്ഥാനത്താണുള്ളത്. എങ്ങനെയെങ്കിലും ആ ഒരു ടോപ്പ് 5-ലേക്ക് എത്തിക്കഴിഞ്ഞാൽ ടീം സേഫായി നമുക്ക് പറയാം. നമുക്ക് നോക്കാം ഇന്നത്തെ ടീമിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ നിങ്ങൾ അപ്പോൾ കമൻറ്റ് രേഖപ്പെടുത്താൻ. അടുത്ത വീഡിയോസ് വരെ ബൈ ഗൈസ്.